സ്വാഗതം ചെയ്യാം പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ വിശാഖ് സുബ്രഹ്മണ്യം. ഗ്രാൻഡ് ഫാദർ പി സുബ്രഹ്മണ്യമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് 1950. സർട്ടൻലി ഫിലിം ഇൻഡസ്ട്രി ഇസ് എ സർട്ടൻ റിസ്ക്. അപ്പോൾ ആരും അതിനകത്ത് പോകരുതെന്ന് മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഓർമ്മ എന്താണ്? ഭയങ്കര ഹാർഡ് കോർ ഫാൻ ഓഫ് മോഹൻലാൽ, സോ ഡെഫിനറ്റ്ലി ലാലേട്ടൻ. മലയാളം ഫിലിംസിൽ ഒരു മാറ്റം വന്നുകൊണ്ടിരുന്ന ടൈം അറൌണ്ട് 2011. ട്രാഫിക്, സോൾട്ട് ആൻഡ് പെപ്പർ, തട്ടത്തിൻ മറയത്ത്, ഡയമണ്ട് നെക്ലസ്, അത്ര നല്ല സ്ക്രിപ്റ്റും എത്ര ഇതായിരിക്കും റോങ് റിലീസ് മതി മൊത്തം കാൽക്കുലേഷൻ മാറാൻ. അന്ന് വിനീത് ഇത് എങ്ങനെ ഡയറക്റ്റ് ചെയ്ത് ഇത്രയും ദിവസത്തിൽ എങ്ങനെ തീർത്തത് പടം കണ്ട് ഭയങ്കര വൗ ഫാക്ടർ ആയിരുന്നു കരൺ ജോഹർ പറഞ്ഞു തന്ന. ഇനി ഫെന്റാസ്റ്റിക് എന്ന് പറയുന്ന ബാനറിൽ നിന്ന് സിനിമകൾ വരാൻ ചാൻസ് ഉണ്ട്. പ്രൊഡ്യൂസറിന് നിർബന്ധിപ്പിച്ചൊരു പടം എടുക്കാൻ പറ്റത്തില്ല, കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഗാംബ്ലിംഗ് ചെയ്യണത്. ഇപ്പൊ എങ്ങനെ ഇതിന്റെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫിലിം തിയേറ്ററിൽ റിലീസ് ചെയ്ത് തിയേറ്ററിന്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും ഇവർ നമ്മുടെ അടുത്ത് ഒരു നമ്പർ ആഫ്റ്റർ റിലീസ് പറയണത്. ഇപ്പോഴത്തെ OTT സിനിമ ഈസ് വെരി ബാഡ്. ആദ്യം ഹിന്ദി, തെലുങ്കു, തമിഴ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അവസാനം നമ്മുടെ ഒരു മലയാളം ലീഗിൽ വരുന്നത്. അത്രയ്ക്കൊരു കോണ്ടന്റ് ഡ്രിവൻ ഫിലിം ആണെങ്കിൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു OTT ഷിഫ്റ്റ് ഉണ്ടല്ലോ, ഇത് ഓൾറെഡി OTT ധാരാളം കാശ് കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത് കാണുമല്ലോ. ഇത്രയും ഒരു സ്ലാഷ് ഡൗൺ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും സംസാരിച്ച പടമാണ് ദുരന്തർ. ബിക്കോസ് ഇവിടെയാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞാൻ ഈ ഇടയ്ക്ക് പോയപ്പോഴും ഇറ്റ്സ് ഹൈലി ഫില്ലിങ് ഇറ്റ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു കുറേ നാൾ എനിക്ക് തോന്നുന്നു അന്യനൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയൊരു ടോക്കാണ് തമിഴ് പടങ്ങൾ കൂടുതൽ വരികയും നമുക്കൊരു കോമ്പീറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും ആൾക്കാർ അതിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവുകയും ചെയ്തു. ഇപ്പോഴും ആ ഒരു നാരറ്റീവ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിലോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഇടയിലോ ഉണ്ടോ? മലയാളത്തിൽ ഇപ്പം എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അവഞ്ചേഴ്സ് പോലും അല്ലെങ്കിൽ നമുക്ക് കൊണ്ടൊരു ലോക ഇപ്പം എല്ലായിടത്തും അറ്റൻഷൻ പോയിട്ടുണ്ട് പടം. ഇതേപോലെ നോക്കിയാൽ ഇപ്പം എമ്പുരാനാണെങ്കിലും തുടരുവാണെങ്കിൽ എന്തിനാ വാഴ 2 ഇപ്പോഴത്തെ കളക്ഷൻ വൈസ് ഒരു 7 days അതെ ഹിന്ദിയിൽ നന്നിട്ട് വിടാം. അപ്പം നമ്മുടെ കോണ്ടന്റ് വെച്ചിട്ട് മലയാളികളുടെ ഒരു കോണ്ടന്റ് ഉണ്ട്, ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ്. അത് വെച്ചിട്ട് ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ഇപ്പം പ്രേമം ഇറങ്ങിയ സമയത്ത് ഇപ്പം ഹൃദയം, ഈ 2 പടങ്ങൾ ചെന്നൈയിൽ പോലും ഭയങ്കരമായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് അവിടെ പോലും നന്നായിട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ലൂസിഫർ ആ സമയത്ത് ഇറങ്ങിയത്. സോ നമുക്ക് ഓൾറെഡി നമ്മുടെ കോണ്ടന്റ്സ് ഉണ്ട്. നമ്മുടെ കോണ്ടന്റ് കൊള്ളാവുന്നുണ്ടല്ലേ ഇവർ വന്ന് റീമേക്ക് റൈറ്റ്സ് മേടിക്കണം. നമ്മുടെ മലയാളികൾ അങ്ങോട്ട് പോയി റീമേക്ക് റൈറ്റ്സ് മേടിച്ചിട്ടുള്ളത് വളരെ ചുരുക്കമാണ്. അപ്പം ബേസിക്കലി നോക്കിയാൽ നമ്മുടെ കോണ്ടന്റ് കൊള്ളാവുന്നുണ്ടാണല്ലോ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഇന്ന് റീമേക്ക് റൈറ്റ്സ് മേടിച്ചിട്ട് പോണത്. ഇപ്പം ഈ കഴിഞ്ഞ കുറേ ഇപ്പം ഹിറ്റ് ഓഫ് ഫിലിംസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ OTT ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ റീമേക്ക് റൈറ്റ്സും പോയെന്നെ. OTT ഉള്ളതുകൊണ്ടാണ് ഇത് സ്പ്രെഡ് ആയത്. ഓക്കെ, ലോകമെമ്പാടും ഇങ്ങനത്തെ ഒരു ഫിലിം ഇറങ്ങി അവർക്ക് ഇഷ്ടമുള്ള ഓഡിയോയിലെ പടം കാണാൻ പറ്റും. ഇപ്പം ഡെഫിനറ്റ്ലി ആ റീച്ചും കാര്യങ്ങളൊക്കെ വന്നത് നമ്മുടെ മലയാളത്തിൽ നിന്നാണ്. മലയാളത്തിൽ നിന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല വെളിയിൽ പോയിട്ടൊരു റൈറ്റ്സ് ഒക്കെ മേടിച്ചപ്പോൾ പഴയ ഇതിൽ കാണും. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് അത്രയും വലിയ എമൗണ്ട് കൊടുത്ത് നമുക്ക് മേടിക്കാനും പറ്റിയെന്ന് വരില്ല. നമുക്ക് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസേഴ്സിന് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് കാര്യമില്ല ഈ റൈറ്റ്സ് ഹോൾഡ് ചെയ്യണം. ഇപ്പം ഒരു 5-6 years കഴിഞ്ഞിട്ട് ഒരു വലിയ ഹിറ്റ് പടത്തിനാണെങ്കിൽ ആ പ്രൊഡ്യൂസറിന് ആലോചിക്കും, ഇനി ഞാൻ ഈ റൈറ്റ് വെച്ചിട്ട് എന്തിനാ, മലയാളത്തിൻ്റെ ബഡ്ജറ്റിനോട് ഇത്രയേ ഉള്ളൂ, അപ്പോൾ ഈ ബഡ്ജറ്റിൽ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. അത് വരും. കാരണം അന്നൊക്കെ ഒരു ഫിലിം ഇറങ്ങുമ്പോൾ സാറ്റലൈറ്റിലാണ് പടം കാണുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ CDs എല്ലാം നമുക്ക് ചിലപ്പം വെളിയിൽ നിന്ന് എടുക്കണതും എല്ലാം. അപ്പോൾ ആ ഒരു സമയം പടം കണ്ട ചിലപ്പോൾ ആൾക്കാർ ഓർക്കത്തില്ല. ഇന്നത്തെ OTT പ്ലാറ്റ്ഫോം അവിടെ ലൈബ്രറി നോക്കിയാൽ പഴയ പടങ്ങളെല്ലാം കാണും. അപ്പം അതുകൊണ്ടാണെന്നാണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത്. ഈ റൈറ്റ്സിൻ്റെ ഒരു ഫിനാൻഷ്യൽ പെർസെൻറ്റേജ് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ലൈക്ക് ഞാൻ എഴുതുന്ന ഒരു കഥയാണെന്ന് വിചാരിക്കുക, അപ്പം വിശാഖ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റൈറ്റർ വേറെയാണ്, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എങ്ങനെയാണ്? റീമേക്ക് റൈറ്റ്സ് പോയാൽ സിമ്പിളാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ 33.33. പിന്നെ ഇതൊക്കെ ഫ്ലെക്സിബിൾ. ഇതൊക്കെ ഇപ്പം ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും ഫ്രണ്ട്സ് ആണ്, ഇതൊക്കെ റൗണ്ട് ടേബിളിൽ നിന്ന് സംശയം. പക്ഷെ വെളിയിൽ ഇവർ ഫ്രണ്ട്സ് അല്ല. എന്താണെങ്കിൽ റിയലിസ്റ്റിക് ഫിഗറിനാണ് ഇതാണ് 33.33 വെച്ചിട്ട് 3 of them. അത് കോൺട്രാക്റ്റിലും അവർ അങ്ങനെ ചില ആൾക്കാർ ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ കോൺട്രാക്ട്സ് ഒന്നും ഇല്ല. ഞങ്ങൾ ഒരു ട്രസ്റ്റിന്റെ പുറത്താണ് ഞങ്ങൾ ഇറങ്ങേണ്ടത്. ഞങ്ങൾ അങ്ങോട്ട് ഇപ്പം ഞാനും വിനീതൊക്കെ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തിട്ട് 6-7 കൊല്ലമായി മൊത്തത്തിൽ. ഞങ്ങൾ ഇതിനിടയ്ക്ക് 3 പടം കഴിയുകയും ചെയ്തു. ധാരാളം ഇവിടെയുള്ള റൈറ്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും, അവർ പറഞ്ഞ ഒരു പ്രൊഡ്യൂസറിനെ കണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു 6 months പിറകെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തയിലേക്ക് പോവുക എന്ന് പറയുന്നത് അതിലും ഭീകരമായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ
ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഈ ഒരു കാര്യത്തിൽ സുതാര്യത വരുത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് അല്ലേ? ബേസിക്കലി എല്ലാ പ്രൊഡ്യൂസേഴ്സ് സെയിം ആയിരിക്കില്ല. ദ വേ ഓഫ് അപ്രോച്ച് ഫോർ ഫിലിംസ് ഇസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ആശീർവാദ് ആണെങ്കിൽ ആന്റണി ചേട്ടൻ ലാൽ ചേട്ടനെ വെച്ച് മാത്രമേ പ്രോസസ് ചെയ്യത്തുള്ളൂ. അതെ. എനിക്ക് അറിയാമെന്ന് വെച്ചിട്ട് ആന്റണി ചേട്ടൻ്റെ മെജോറിറ്റി ഓഫ് ഫിലിംസും ആ ഡയറക്ടർ അടുത്തുള്ള ഒരു വിശ്വാസവും ഡയറക്ടർ അടുത്തുള്ള ഒരു കംഫർട്ട് ലെവലുമാണ്. ഇപ്പം എനിക്കും എൻ്റെ രീതിയിൽ ഞാൻ ഫിലിം പ്രൊഡക്ഷൻ ചെയ്യുമ്പം എനിക്ക് ഡയറക്ടേഴ്സിൻ്റെ അടുത്തുള്ള ഒരു കംഫർട്ട് ലെവലും ഇതുമാണ്. ഇപ്പോൾ ഫ്രൈഡേ ഹൗസ് ആണ് ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒരു ഏറ്റവും വലിയ ഉദാഹരണം. ഇതേപോലെ കുറേ യങ് ടാലൻറ്റഡ് ഡയറക്ടേഴ്സിനെ ലോഞ്ച് ചെയ്ത ഒരു ബാനറാണ് ഫ്രൈഡേ ഹൗസ്. അവർ ഇതേപോലെ സ്ക്രിപ്റ്റ് വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, എന്നിട്ടായിരിക്കും ഒരു ആക്ടേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഓൾറെഡി ഡയറക്ടേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് ചിലവർ ഓൾറെഡി സ്ക്രിപ്റ്റ് വരുമ്പോൾ ഡയറക്ടേഴ്സിന് ഫിക്സ് ചെയ്തിട്ടായിരിക്കും. ഭാവന സ്റ്റുഡിയോസും ദേ ഹാവ് എ ടീം ഫോർ ജസ്റ്റ് റീഡിങ് ദി അതെ സ്ക്രിപ്റ്റ്സ് ഉണ്ട്. പക്ഷെ ഭാവനയുടെ ദിലീഷ് ചേട്ടൻ്റെ പടവും ദിലീഷ് ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ പടവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു റുട്ടീനാണ് ആക്ച്വലി അവിടെയും നടക്കുന്നത്. ഇത് നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ. ഇപ്പം നമ്മൾ ഫെൻറ്റാസ്റ്റ് തുടങ്ങിയ സമയത്ത് ഗൗതമിൻ്റെ രഥം, ഹെലൻ ഫിലിപ്സ്, ഇതൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹൃദയം, വശങ്ങളുടെ ശേഷം എല്ലാം വൺ വേ ഓർ ദി അതർ നമ്മൾ മാറി മാറി ചെയ്യണത്. ഇപ്പം ഭാവനയാണെങ്കിലും നമ്മളെല്ലാം ഒരേ ഒരു പാറ്റേണിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഫ്രൈഡേ ഹൗസാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി കുറേ ഡിഫറെൻറ്റ് ആൾക്കാരുടെ പടങ്ങളും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റ്സ് അവർക്ക് പോലും പേഴ്സണൽ കോണ്ടാക്റ്റ് ഇല്ലാതെ വെളിയിൽ നിന്ന് അപ്രോച്ച് ചെയ്തിട്ട് എടുത്തിട്ടിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ കംഫർട്ട് ലെവൽ ഇരിക്കും. ഇപ്പം ഭാവനയുടെ എനിക്ക് എല്ലാ പടങ്ങളും അവിടെ വർക്കായിട്ടുണ്ട്. ഇപ്പം ഇതേപോലെ പാൽത്തു ജാൻവർ ആണെങ്കിലും ബാക്കി ഇപ്പോൾ കഴിഞ്ഞ പടങ്ങൾ എല്ലാം വർക്കായിട്ടുള്ളതാണ്. അത് ഓരോരുത്തരുടെ കംഫർട്ട് ലെവൽ. കാരണം സിനിമയ്ക്കകത്ത് അറ്റ് എൻഡ് ഓഫ് ദ ഡേ പ്രൊഡ്യൂസറിന് നിർബന്ധിപ്പിച്ചൊരു പടം എടുക്കാൻ പറ്റത്തില്ല. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഗാംബ്ലിങ് ചെയ്യണത്, റിസ്ക് എടുക്കുന്നത്. കാരണം നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും കാണത്തില്ല. ആ ഒരു കുറച്ച് ആ ഒരു ഐക്യു ലെവലുള്ള ആൾക്കാർ അങ്ങനത്തെ ഒരു ചിന്തിച്ച്. കാരണം ചില സ്ക്രിപ്റ്റ്സ് എല്ലാം നമുക്ക് ഓർക്കും നല്ല സ്ക്രിപ്റ്റ്സാണ്, പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു ഡയറക്ടറായിരിക്കാം വർക്ക് ചെയ്യണത്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഡയറക്ടർ ആണെങ്കിലും ചില ആൾക്കാർ റിസ്ക് എടുത്തിട്ട് അത് വർക്കായിട്ടുണ്ട്. അത് അവരുടെ ഒരു ഗട്ട് ഫീലിങ്. നേരെ മറിച്ചിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ, നല്ല സ്ക്രിപ്റ്റാണ്, ചിലപ്പോൾ ആ സ്ക്രിപ്റ്റ് കൊള്ളാമെന്നുണ്ട് നമ്മുടെ ഒരു വർക്കിംഗ് ഡയറക്ടറുടെ അടുത്ത് കൊടുക്കാൻ നോക്കുക, ചിലപ്പോൾ അവർക്ക് താല്പര്യം കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ക്രിപ്റ്റ്സ് കേൾക്കാത്തത്. ബിക്കോസ് ഞാനൊരു പ്രോജക്റ്റ് വരുമ്പോൾ എനിക്കൊരു കംഫർട്ട് ലെവലിൽ ഈ ഒരു ടൈമിൽ എനിക്ക്, കാരണം ഞാനൊരു കോർപ്പറേറ്റ് ബാക്കിങ്ങിലോ അല്ലെങ്കിൽ വേറൊരു കോ പ്രൊഡക്ഷനിലോ ഒന്നുമല്ല ഞാൻ വർക്ക് ചെയ്യണത്. ഞാൻ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സ്, ഇപ്പോൾ വിനീതാണെങ്കിലും അജു, ഞങ്ങളായിട്ടാണ് ഫുള്ളായിട്ട് പടം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഫിലിം അത്രയ്ക്ക് നമ്മൾ നോക്കിയും സൂക്ഷിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പലതും നമ്മൾ പുതിയതായിട്ടൊന്നും കേൾക്കാൻ നിൽക്കാത്തത്. പിന്നെ ഇപ്പോഴത്തെ OTT സിനിമ ഈസ് വെരി ബാഡ് അറ്റ് ദ മൊമെൻറ്റ്. ഇപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സ് പുറത്ത് പോയിട്ട് വേറെ സിനിമകളൊക്കെ പിച്ച് ചെയ്യുമ്പോൾ അവർ, അതായത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൈറ്ററാണ്, പുള്ളി തന്നെ പറയുന്നത്, പുള്ളിക്ക് അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് തന്നെ പോകുമ്പോൾ അവരിപ്പോൾ മിക്കവാറും പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്, നമുക്ക് ഞാൻ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, ബട്ട് ഐ നീഡ് സംബഡി, ഒരാളും കൂടെ വേണം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വേണം. അതായത് ഇനി ഒറ്റയ്ക്കൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടി പൊതുവേ, അതായത് പുള്ളി കോൺടാക്ട് ചെയ്യുന്ന മിക്കവാറും എല്ലാവരും പറയുന്നത് കമ്പൈൻ പ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്ക് നോക്കാം, കാരണം അതാകുമ്പോൾ ഒന്ന് ഇരുന്ന് പോകത്തില്ല എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോൾ ഉള്ളത്. പൊതുവേ അങ്ങനെ ഒരു സംഭവമാണ്. ഞാൻ നേരത്തെ അതാ പറഞ്ഞു, ഞാനിപ്പം ചോദിച്ച ചോദ്യത്തിന് ഞാൻ അത് നേരത്തെ പറഞ്ഞു. കാരണം എന്തെങ്കിലും പറ്റിയ വേറെ ആരും കാണത്തില്ല. കാരണം ഇപ്പം OTT പ്ലാറ്റ്ഫോംസും ഫിലിംസും എടുക്കണില്ല, ബോക്സ് ഓഫീസ് നമ്പേഴ്സ് നോക്കിയിട്ടാണ് ചെയ്യണത്. അപ്പം ഇപ്പം പുതിയ ആൾക്കാരെയും എല്ലാം നമുക്ക് ട്രൈ ചെയ്യണമുണ്ട്. നമ്മുടെ റിസ്ക്കും നമ്മുടെ ലിമിറ്റേഷനുമാണ് ഈ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് ഇപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് ഇരുന്ന് പോകുന്ന. അപ്പം അതാണ് ഇതിനകത്തുള്ളൊരു പ്രോബ്ലം. എന്തെങ്കിലും പറ്റിയ വേറുള്ള ബിസിനസ് പോലെയല്ല സിനിമ. ഒറ്റയടിക്ക് ഒരു കാർഡ്സ് ഇങ്ങനെ വീണ പോലെ വീണുകൊണ്ടിരിക്കും. ഈ കരം പുറത്താണല്ലോ ഷൂട്ട് ചെയ്തത്. ബഡ്ജറ്റ് വൈസും ഇതുവരെ ചെയ്തതിനെക്കാട്ടിലും കുറച്ച് കൂടുതലായി കാണും. ജോർജിയയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. കാരണം കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിൽ നിൽക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരിടത്താണ് പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതും ഗൾഫൊന്നും GCC ഒന്നും അല്ല. ഗൾഫാണെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ചും കൂടെ ഒരു കൺട്രോൾ ഉണ്ട്. എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ജോർജ്? ഭയങ്കര ടഫായിരുന്നു. ബിക്കോസ് വിനീത് നറേറ്റ് ചെയ്തപ്പോഴേ വിനീതിന് ആക്ച്വലി അറിയാവുന്നത് കോസ്റ്റ് എവിടെ വേണമെങ്കിൽ പോകുന്നത്. അപ്പോൾ വിനീത് തന്നെ പറഞ്ഞിടാ, നീ പേടിക്കണം, ഞാൻ തന്നെ കോ പ്രൊഡക്ഷൻ ചെയ്ത, ഞാനും വിനീതും കൂടിയാണ് കോ പ്രൊഡ്യൂസ് ചെയ്ത ഫിലിം. എന്നിട്ട് ഇതേപോലെ പിന്നെ അതിൻ്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടല്ലോ, നമ്മുടെ 3 പടങ്ങൾ നന്നായിട്ട് പോയി. അപ്പം വിനീത് തന്നെ പറഞ്ഞു, നമുക്കൊരു ജോണർ ഷിഫ്റ്റ് ചെയ്യാൻ ടൈമായി. എനിക്ക് ആ സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനും നമ്മൾ അങ്ങോട്ടൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ,
നമ്മൾ പറയാം ചില പടങ്ങൾ നമ്മൾ കാൽക്കുലേഷൻ ഇല്ലാതെ വിശ്വാസമില്ല. കാരണം കാൽക്കുലേറ്റ് ചെയ്ത് ഒരിക്കലും പേപ്പറിൽ എഴുതി എടുക്കാൻ പറ്റുന്ന പടമല്ല. കാരണം ഇൻഫാക്ട് ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം, ലവ് ആക്ഷൻ ഡ്രാമ എല്ലാം അതാണ്. കാരണം നമ്മൾ ബഡ്ജറ്റ് ഇടാൻ പറ്റാത്തതിൻ്റെ മേളിൽ ഈ പടങ്ങളൊക്കെ പോയി സ്റ്റാർ കാസ്റ്റ് വെച്ചിട്ടോ കാര്യങ്ങൾ വെച്ചു. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ലൊക്കേഷൻ വെളിയിലായതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടും. കാരണം ഇവിടെ നിന്ന് ഒരു സ്ഥലം വെളിയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്സും, അവിടെ എന്ന് വെച്ചാൽ ഒരു ഹോളിവുഡ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോസ്, അവിടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. ആ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ അവിടെ ജോർജിയയിലെ ഇംഗ്ലീഷ് ഫിലിംസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസ്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഡോളേഴ്സിനാണ് അവർക്ക് പൈസ കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, ഹൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന പരിപാടിയും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. അവരെല്ലാം പെർമിഷൻസും കാര്യങ്ങളും എടുത്ത് ആ ഓരോ പെർമിഷന് പോലും ഡോളേഴ്സിലായിരിക്കും അവിടെ പേ ഓഫ് ചെയ്യണത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 50 days അടുപ്പിച്ച് വന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ. ദോ ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് പ്രോസസ്സ്. ഇപ്പോൾ പക്ഷേ എനിക്ക് അടുത്തൊരു പടം വെളിയിൽ ഷൂട്ട് ചെയ്യണം എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ പ്രോസസ്സ് അറിയാം. പ്രോസസ്സ് സിമ്പിൾ അല്ല, അത് ഭയങ്കര ലേണിംഗ് പ്രോസസ്സാണ്. അപ്പം എനിക്കിപ്പോൾ അതിനായിട്ട് അതിൻ്റെ ഉള്ള കോൺടാക്ട്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എനിക്കറിയാം. അപ്പം എനിക്ക് കാര്യം എന്ന് വെച്ചാൽ ഒരു ലേണിംഗ്, ഒരു പ്രൊഡക്ഷൻ നാളെ വെളിയിൽ പോകണമെങ്കിൽ എനിക്ക് എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, എന്ത് വരെ ആയിരിക്കും ലാസ്റ്റ്, അതിൻ്റെ ഇടയ്ക്കുള്ള പ്രോസസ്സ് ഫുൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഓൺ ഈസി പ്രോസസ്സ്. പക്ഷേ നമുക്കത് ഓക്കെ, നമ്മുടെ ഫിലിമോഗ്രഫി നോക്കുമ്പോൾ നമ്മൾ അടുത്തൊരു ചാലഞ്ച്, ഓക്കെ ഒരു ഫുൾ ഫിലിം വെളിയിൽ ഷൂട്ട് ചെയ്ത പടം നമുക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഈ നേരത്തെ പറഞ്ഞു ജോർജിയയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലീസ് കൺട്രോൾ, അപ്പം അങ്ങനെ ഓർമ്മിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള എന്തെങ്കിലും? ഡെയിലി ബുദ്ധിമുട്ടാണ്, ഞാൻ പറഞ്ഞു ഡെയിലി, ഒരു ദിവസം തന്നെ ഡെയിലി ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവിടെ ഒരു ലൊക്കേഷൻ വേണമെങ്കിൽ ഒരു ക്യാമറ വെക്കണമെങ്കിൽ പോലും അവിടെ പെർമിഷൻ കൊടുക്കണം, നേരത്തെ കൊടുക്കണം അവിടുത്തെ. കാരണം അവർ ഡ്രോൺ എക്യുപ്മെന്റ് ലിസ്റ്റ് ഫുൾ, ഇവൻ എത്ര ഒരു മിനിമം ആൾക്കാരുടെ മേളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര നമ്മൾ ഒരു ഷൂട്ട് റെസ്ട്രിക്ഷൻസിൽ എത്രയും ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കാര്യം ഫുൾ ചെയ്തത്. ഏറ്റവും ചലഞ്ചായി തോന്നിയത് കരമാണെന്ന് പറഞ്ഞു, കാരണം പുറത്ത് ഷൂട്ട് ചെയ്തത് അതാണ്. ബാക്കിയുള്ള സിനിമകളിൽ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഈ സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ചലഞ്ച്? അത് ഇത്രയും ആർട്ടിസ്റ്റിനെ എൻകംപാസ് ചെയ്യുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രശ്നം? ഡെഫിനറ്റ്ലി ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ്സ് ആയിരുന്നു, ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാനല്ല. ബിക്കോസ് എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നു. എല്ലായിടത്തും പോയി നമ്മൾ കാര്യം പറഞ്ഞു, ഞാനും വിനീതും വൺ വേ ഓർ ദി അതർ എല്ലാവരും കോപ്പറേറ്റ് ചെയ്തു. അവിടെ ഈവൻ റെമ്യൂണറേഷൻ ആണെങ്കിലും ഈ പടത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറേ പേര് വാങ്ങിക്കണ എമൗണ്ടിൻ്റെ കാട്ടിലും കുറച്ച് എമൗണ്ടാണ് മേടിച്ചത്. അവർക്കറിയാം പ്രോബ്ലം ആയിട്ട്. പക്ഷേ എല്ലാവരും ബാക്ക് ടു ബാക്ക് വേറെ പ്രോജക്ട്സ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഡേറ്റ്സ് ഞാനും വിനീതും എല്ലാവരുടെയും ആദ്യമേ ഫിക്സ് ചെയ്തു, ഇതാണെന്ന് പറഞ്ഞു. നമ്മൾ ചാർട്ട് കുറേ വെച്ചിട്ട് പിന്നെ ആ ടൈമിൽ ചാർട്ടിൽ തീർക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു, അത് കറക്റ്റായിട്ട് തീർന്നു മൊത്തത്തിൽ. ഇത് പക്ഷേ നമ്മൾ പക്ക ഒരു പ്രീ പ്രൊഡക്ഷനും പ്ലാനിങ്ങും വർഷങ്ങൾ, ഏറ്റവും കൂടുതൽ ഒരു പ്രീ പ്രൊഡക്ഷൻ പ്ലാനിങ്ങുള്ള പടം ചോദിച്ചാൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. കാരണം അത് അത്രയ്ക്ക് ഒരു സെറ്റും. വിനീത് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്ക് നീ ലൊക്കേഷൻസൊക്കെ കറക്റ്റ് തീർത്ത് വെക്കുകയാണെങ്കിൽ ഷൂട്ട് നീ നോക്കണ്ട, ഞാൻ ബാക്കി തീർത്തോളാം. അപ്പം എൻ്റെ ചുമതല എന്ന് വെച്ചാൽ ഞാൻ ഈ ബാക്ക് ടു ബാക്ക് സെറ്റ്സ് ഷൂട്ടിൻ്റെ സമയത്ത് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ തുടങ്ങണ മുമ്പ് ഇതൊക്കെ കന്നാലും ഇനിയും തീർക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി ഒരു 2 മാസം കൊച്ചിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇറങ്ങിയത്. കാരണം ഒക്ടോബറിൽ നമ്മൾ ഷൂട്ട് തുടങ്ങി, ആ വിഷുവിനായിരുന്നു റിലീസ്. അപ്പോൾ അത്രയ്ക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് കറക്റ്റായിട്ട് എല്ലാ ഫിലിംസും ചലഞ്ച് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമ തൊട്ട് ഒരു പടവും ഈസി ആയിട്ട് വന്നിട്ടില്ല. ചലഞ്ചസ് എല്ലാ പടത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ട് കിട്ടും. ഫാന്റാസ്റ്റിക്കിന്റെ പടങ്ങളായിരിക്കും കുറച്ചും കൂടെ റിലേറ്റീവ്ലി ചലഞ്ച് കുറവായിട്ടുണ്ടാവും അല്ലേ? ഇല്ല, ലവ് ആക്ഷൻ ഡ്രാമയും ചലഞ്ച് ആയിരുന്നു. ലവ് ആക്ഷൻ ഡ്രാമ ഈ സാജൻ ബേക്കറിയൊക്കെ അതിന് ആക്ച്വലി അതിപ്പോൾ അജു എന്നെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അപ്പം ഞാൻ അതിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ഹൃദയം ഷൂട്ടിലായിരുന്നു. അപ്പം അജു ആയിരുന്നു അവിടെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. 3 പേരുള്ളപ്പം കുറച്ചും കൂടെ. അതെ, അജു, കാരണം അത് അജുയുടെ കൺട്രോളിൽ നിൽക്കുന്ന ഫിലിമായിരുന്നു. കാരണം അജു തന്നെയാണ് ആക്ട് ചെയ്തത്. അതൊരു ലെസ് ദ നമ്പർ ഓഫ് ഡേയ്സും ആർട്ടിസ്റ്റും കുറവായിരുന്നു. ബാക്കിയുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പം ആക്ച്വലി സാജൻ ബേക്കറി വിത്തിൻ ബഡ്ജറ്റ്, വിത്തിൻ കൺട്രോൾ ആയിരുന്നു. തിയേറ്ററിൻ്റെ ആക്ച്വലി ഇപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു 3 തിയേറ്റർ ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റസ് എങ്ങനെയാണ്? ഇപ്പം ന്യൂ തിയേറ്റർ പോകുന്നുണ്ട്, ശ്രീകുമാർ ശിവശാഖ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതെങ്ങനെ, അത് 4 ആയിട്ടോ 5 ആയിട്ടോ മാറ്റുന്നുണ്ടോ? റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. അത് ഒരു ലോങ് ടൈം കൺസ്യൂമിങ് പ്രോജക്റ്റായിട്ട് മാറിയിരിക്കുക. ആക്ച്വലി കോവിഡ് സമയത്ത് വന്നപ്പോൾ കോവിഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹിറ്റായി 2 years ആയിട്ട് പോയി. ഇപ്പം ആക്ച്വലി അത് 4 സ്ക്രീൻസ് ആയിട്ട് വരണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇനിയും മേ ബി ഒരു 1 year മേ ബി എടുക്കുമായിരിക്കും അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വരാൻ. അപ്പോൾ ഡെഫിനറ്റ്ലി അതാണ് അടുത്ത. തിയേറ്റർ ഷെയർ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതായത് ഓബ്വിയസ്ലി ആൾക്കാർ പോയി കാണുന്നു, എത്ര പേര് കാണുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട്, പ്രൊഡ്യൂസേഴ്സിനൊരു ഷെയർ. ഇതിൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ട് ഒരു കോമൺ മാന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയാം, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു
ഇത് സിമ്പിൾ. ഇപ്പോൾ ഒരു ഫിലിം റിലീസ് ചെയ്ത 60-40 എന്ന് പറയും. പ്രൊഡ്യൂസറിനാണ് അതിൻ്റെ പടത്തിൻ്റെ 60%, തിയേറ്റർ ഷെയറുടെ 60%. ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ കൂടി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഈ 60-ൽ നിന്ന് അവർ ഒരു കമ്മീഷൻ വെക്കും പ്രൊഡ്യൂസർ ഷെയറിന്. അവർ ചിലപ്പോൾ 10% ആയിരിക്കും വെക്കണം. അപ്പം അവിടെ നിന്ന് ഇപ്പോൾ പ്രൊഡ്യൂസർ ഷെയറിൽ നിന്ന് ചിലപ്പം അവർ 10% മേടിക്കും. ഫുൾ ഒരു എത്ര എമൗണ്ട് വരണത്, അത് 5% ആവാൻ, 7% ആവാൻ, 10% ആവാം. സെക്കൻഡ് വീക്ക് പറഞ്ഞാൽ 55%, തേർഡ് വീക്ക് 50%. വീക്ക് വെച്ചാണ് വീക്ക്ലി. പിന്നെ തേർഡ് വീക്ക് കഴിഞ്ഞാൽ പിന്നെ ഹോൾഡ് ഓവർ ടേംസ് എന്നുണ്ട്. ഒരു എമൗണ്ടിൻ്റെ കാട്ടിലും കളക്ഷൻ തീരെ കുറയുകയാണെങ്കിൽ പിന്നെ തിയേറ്റർ ഓണറുടെ ചോയ്സ് എത്ര പെർസെൻറ്റ് നമ്മൾക്കത് ഇവാലുവേറ്റ് ചെയ്യണമെന്ന്. ഇതാണ് ഇതിൻ്റെ ബേസിക്. ഈ ഞാൻ വായിച്ചതാണ് ഒരിടത്ത്, ഇപ്പോൾ ഫാസിൽ സാറിൻ്റെ സിനിമകൾ പൊതുവെ ആദ്യത്തെ വീക്കിൽ അധികം ആൾ കയറത്തില്ല. അത് പുള്ളിക്കും അറിയാം, തിയേറ്റേഴ്സിനും അറിയാം. അനിയത്തിപ്രാവ് തന്നെ എനിക്ക് തോന്നുന്നു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് അത് ആൾ കയറിയത്. പണ്ട് ഏകദേശം ആ ഒരു വിൻഡോ കൊടുക്കുമായിരുന്നു, ഒരു 1 വീക്ക് വിൻഡോ ഒക്കെ തിയേറ്ററുകാരും ദേ വർ റെഡി ടു. ഇപ്പോൾ തിയേറ്റേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് അവർക്കും ലാഭത്തിൽ ഇത് പോകേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അത് വേറെ സിനിമകളും ഓപ്ഷൻസ് ധാരാളമുണ്ട്, ഹിന്ദി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് എത്രത്തോളം തിയേറ്ററുകാരും കൂടെ ഇതിലൊരു കോപ്പറേറ്റ് ചെയ്യേണ്ടത്, ഒരു പടത്തിൻ്റെ ലോഞ്ചിവിറ്റി, ഇപ്പം നല്ല കോണ്ടന്റ് ഉള്ള പടമാണെങ്കിൽ ലോഞ്ചിവിറ്റിക്ക് വേണ്ടി നിൽക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അന്നൊക്കെ ഞാൻ അതാ പറഞ്ഞത്, അന്നൊക്കെ ഒരു തിയേറ്റർ ഓണറും ഡയറക്ടറും ഡിസ്ട്രിബ്യൂട്ടറൊക്കെ തമ്മിലൊരു പേഴ്സണൽ ബോണ്ടിങ് ഉണ്ട്. ബിക്കോസ് അന്ന് ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യത്തുള്ളൂ. അത് നേരത്തെ പറഞ്ഞ ഒരു തിയേറ്റർ റിലീസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റും കൂടെ ഉണ്ട്. ഈ പടം ശരി മോശമാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 2-3 വീക്സും കൂടെ റൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. ഇന്നെന്ന് വെച്ചാൽ ഒരു പടം തന്നെ ചിലപ്പോൾ ഒരു 10 സ്ക്രീനിൽ പടം റിലീസ് ചെയ്യുന്നുണ്ട്. അവർ തന്നെ ആരും നിർത്താമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ ചിലപ്പോൾ ആലോചിക്കും. കാരണം കമ്മിറ്റ്മെൻറ്റ് അവർക്ക് മാത്രമല്ല കിട്ടണേ, ഷെയറിംഗ് ബേസിലാണല്ലോ പോണത്. ഇപ്പം ആ ഒരു സ്പേസ് എനിക്ക് ഇപ്പം ആൾക്കാർക്ക് ഒരു ക്ഷമ, അല്ലെങ്കിൽ അന്ന് വൈകിട്ട് അല്ലെങ്കിൽ രാത്രിക്കുള്ള റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഷോസൊക്കെ കട്ട് ഡൗൺ ആവുമായിരിക്കും, അല്ലെങ്കിൽ വേറെ പടങ്ങൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ടൈം ആണെങ്കിൽ ഈ ഷോ കട്ട് ചെയ്തിട്ടായിരിക്കും ആ പടം റിലീസാണ്. അന്നൊക്കെ എന്ന് വെച്ചാൽ ഒരു പടം വിഷുവിന് ഒരു പടം ഇന്ന തിയേറ്ററിലാണെങ്കിൽ അത് ഹിറ്റായാലും വെളിയിലൊരു തിയേറ്ററിൽ പോകത്തില്ല പ്രിന്റ്. അപ്പം അവർക്ക് വേറെ ചോയ്സ് ഇല്ല, ഈ പടം തന്നെ റൺ ചെയ്താലേ പറ്റത്തുള്ളൂ. അതായത് അവരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നെക്സ്റ്റ് ഒരു ഏപ്രിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ മെയ് ജൂണൊക്കെ അന്ന് ഇതേപോലെ വലിയൊരു ബാക്ക് ടു ബാക്ക് ഫിലിംസ് എന്ന് പറഞ്ഞതില്ല. അന്നൊക്കെ ഒരു ഗ്യാപ്പിൽ ഒരു ഫില്ല് ചെയ്യാനുള്ള ഒരു ഓണം റിലീസ് ചെയ്താൽ ലാലേട്ടൻ്റെ പിന്നെ ചിലപ്പോൾ ഒരു ക്രിസ്മസിനെ കാണത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞത് കുറച്ചൊരു 4-5 പടങ്ങളെ വന്ന് റിലീസായിട്ട് പോകത്തുള്ളൂ. എനിക്ക് തോന്നുന്നു അന്ന് ഫെസ്റ്റിവൽ ടൈമിൽ ഒരു പടം ഇന്ന പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് അതെ ഏർലിയർ ചാർട്ടഡ് ആണല്ലോ, അതോ തിയേറ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നോ? തിയേറ്റേഴ്സ് അന്ന് ഒരു ഫോട്ടോ കാർഡ് പോലൊക്കെ അയക്കും, ഇതേപോലെ അപ്കമിങ് പ്രൊഡക്ഷൻ 2-3 എന്നൊക്കെ പറഞ്ഞിട്ട് എഗ്രിമെൻറ്റ്സ് ഒരു 6-7 മന്ത്സ് ബാക്ക് തന്നെ ഫിക്സ് ചെയ്യും. പക്ഷെ ആ പടങ്ങളൊന്നും മാറത്തില്ല, ആ കറക്റ്റ് റിലീസ് ഡേറ്റ്. അന്നൊരു പടം മാറിയ പിന്നെ തിയേറ്ററിൻ്റെ കാര്യം പ്രശ്നമാവും. ഇന്നത്തെ പോലെ ഇന്ന് വേറെ ഏതെങ്കിലും പടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്നൊരു പടം തന്നെ 10 തിയേറ്റർ റിലീസ് ചെയ്യും. പക്ഷെ അന്ന് ആ പടം ഒരു തിയേറ്ററിൽ നിന്ന് മാറിയ അന്ന് അവർ തിയേറ്റർ അടച്ചിടേ വേറെ നിവർത്തിയുള്ളൂ. സെല് ചെയ്യാനൊന്നും ഓപ്ഷൻസ് ഉണ്ട്, അന്ന് സെല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അതെ, ബേസിക് കാരണം അന്ന് ഒരു ഫിലിം ഒരു തിയേറ്റർ ആണെങ്കിൽ ആ തിയേറ്റർ ആ പടത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ തിയേറ്റർ ഓണറുടെ എൻറ്റയർ സീസൺ. ഇന്ന് അതേ തിയേറ്റേഴ്സ് ചിലപ്പോൾ 2-3 കൺവേർട്ട് ചെയ്തുകൊണ്ട് ആ കോംപ്ലക്സിൽ ഇപ്പോൾ ഒരു ഹിറ്റ് പടം ഉണ്ടെങ്കിൽ ഈ അഫക്റ്റഡ് ആയ ഫിലിംസിൻ്റെ ഷോ കട്ട് ചെയ്തിട്ട് ആ ഹിറ്റായ പടം കയറും. ഈ തിയേറ്റേഴ്സ് എത്രത്തോളം റീവാമ്പ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു? ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ദ തിയേറ്റേഴ്സ് ആർ റീവാംപ്ഡ് നൗ. ഇപ്പം പഴയ പോലെ അല്ല എല്ലാ തിയേറ്റേഴ്സും. ഞാൻ വേറെ സ്ഥലങ്ങളിലെല്ലാം സിറ്റീസിലൊക്കെ പോകണമെന്ന് നോക്കുമ്പം കേരള ഇസ് മച്ച് ബെറ്റർ, അഡ്വാൻസ് ലെവലും. അങ്ങനെ ഇപ്പം ഇല്ലല്ലോ, ഇപ്പം എല്ലാ പടങ്ങളും സൈമൾട്ടേനിയസ് റിലീസാണല്ലോ. അപ്പോൾ ഇപ്പം BC ഒന്നും ഇല്ല. അതാണ് നേരത്തെ പറഞ്ഞത്. നേരത്തെ അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ ഒരു പടം റിലീസ് ചെയ്യുമ്പം എല്ലാ സ്ക്രീൻസിലും ആ പടം റിലീസ് ചെയ്യും. മുമ്പേ പറഞ്ഞു സിനിമയുടെ ഓർമ്മ ആദ്യം വന്നപ്പോൾ തൊട്ട് മോഹൻലാലിൻ്റെ പടങ്ങൾ കാണുക എന്നുള്ളതൊക്കെയാണ്. നല്ലൊരു ബന്ധമുണ്ട് അവരുടെ ഫാമിലിയായിട്ട്. ഒരു മോഹൻലാൽ പടം ബാനറിൽ ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിനായിട്ടുള്ള റൈറ്റ് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടേ ചെയ്യത്തുള്ളൂ. നമ്മൾ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മിസ്യൂസോ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആക്ച്വലി ഞങ്ങളും അത് ചെയ്യുന്ന സമയത്ത് കാരണം അത്രയ്ക്ക് എക്സ്പെക്റ്റേഷൻ ആയിരിക്കും ഓഡിയൻസിനും. അപ്പം അങ്ങനത്തെ സബ്ജക്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഒരു ടോക്ക് ഉണ്ടോ ആക്ച്വലി? ഇപ്പം വിനീതായിട്ട് 2-3 പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം വിനീതും ഇതേപോലെ നല്ലൊരു തോട്ട് വരാൻ വേണ്ടിയൊക്കെയാണ് വിനീതും വെയിറ്റ് ചെയ്യണത് ആക്ച്വലി. അതുപോലെ തന്നെയാണ് പൃഥ്വിരാജുമായിട്ട് നല്ല സൗഹൃദമാണ്. അതുകൊണ്ടോ ഒരു? ഡെഫിനറ്റ്ലി. കാരണം അത് ഞാൻ ഓൾറെഡി 1-2 സ്റ്റോറീസ് രാജുവേട്ടനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ ഫുള്ളായിട്ട് ധ്യാൻ്റെ അടുത്ത ഡയറക്ഷൻ പടം
ഏതാണെന്നാണ് ആദ്യം വെയിറ്റ് ചെയ്യണം. 3-4 സ്ക്രിപ്റ്റ്സ് സൈമൾട്ടേനിയസ്ലി നടക്കുന്നുണ്ട്. ബട്ട് അതിൽ ഫസ്റ്റ് ഏത് വരുന്ന വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ധ്യാൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങളെല്ലാം ആ പടത്തിൽ വൺ വേ ഓർ ദി അതർ വിൽ ബി പാർട്ട് ഓഫ് ദാറ്റ് പ്രോജക്റ്റ്. അപ്പം അതായിരിക്കും ഞങ്ങളുടെ അടുത്ത പ്രയോറിറ്റി. ഇപ്പോൾ ഓരോ പോയിന്റിലും ഒരു എന്താ പറയുക, ഓരോ വർഷം ഇപ്പം അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മുമ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലും പ്രൊഡ്യൂസേഴ്സ് പറയും ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്, എക്സിസ്റ്റിംഗ് ട്രെൻഡ് ഇതാണ്, നമുക്ക് ഈ ട്രെൻഡിലുള്ള സാധനമാണ് നോക്കുന്നത്. ഇപ്പോൾ ആവേശം ഇറങ്ങുന്ന ടൈമിൽ ഒരു പ്രൊഡ്യൂസർ ട്രിവാൻഡ്രത്ത് തന്നെയുള്ളതാണ്, പുള്ളി പറഞ്ഞത് നമ്മളിപ്പോൾ നോക്കുന്നത് കോമഡി സ്ക്രിപ്റ്റാണ്. പുള്ളി ഒരു കോമഡി പടം ചെയ്തു, അത് വീണു, പുള്ളി വീണ്ടും ഒരു കോമഡി നോക്കുകയാണ്. അപ്പോൾ ആവേശം പോലെ ഒരു തിരക്കഥയുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു എക്സിസ്റ്റിംഗ് ട്രെൻഡ് ഒരു പ്രൊഡ്യൂസേഴ്സ് പെർസ്പെക്റ്റീവിൽ അങ്ങനെ ഉണ്ടോ? നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയില്ല. ഇപ്പോൾ കോമഡി ഫിലിംസ് എന്തായാലും വർക്ക് ആയിട്ടുള്ളത് നല്ലൊരു സീസണിൽ. ഇപ്പോൾ ഞാൻ തന്നെ ലവാഷൻ ഡ്രാമ ഇതേപോലെ ഓണത്തിന് റിലീസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് പോയ പടമാണ്. ഇപ്പം വിനീതിനെ ഇപ്പോൾ സെൽഫിയാണ്, അതിന് തട്ടമാണ്. എല്ലാ പടത്തിലും ഹ്യൂമർ ഒരു എലമെൻ്റ് ആണല്ലോ. ഹ്യൂമർ സബ്ജക്ട്സ് മലയാളിക്ക് പണ്ടൊട്ടേ ഇഷ്ടമാണ് കാണുക. അതേപോലെയാണ് ക്യാമ്പസ് സബ്ജക്ട്സ്, അതിൽ ലവ് സ്റ്റോറീസ്. ഇപ്പം നോക്കിയാൽ അനീതിപ്രാവ് ഉണ്ടെങ്കിലും, നിറവുണ്ടെങ്കിലും, ക്ലാസ്മേറ്റ്സ് ഉണ്ടെങ്കിലും, പ്രേമമാണെങ്കിലും, ഹൃദയമാണെങ്കിലും, പീപ്പിൾ ലവ് ടു വാച്ച് ലവ് സ്റ്റോറീസ് ഓവർ ദ ഇയേഴ്സ്. അതേപോലെയാണ് ഹ്യൂമർ ഫിലിംസും. ഇത് രണ്ടിനും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഓഡിയൻസ് ഉണ്ടെന്ന്. അതിപ്പം ക്ലാസ്മേറ്റ്സ് ഉള്ള പടം, ഇപ്പോൾ ഹൃദയമാണെങ്കിലും, ഇപ്പോൾ പ്രേമമാണെങ്കിലും, എല്ലാ ഡെക്കേഡിലും ഒരു ലവ് സ്റ്റോറി മലയാളികൾക്ക് കൊടുക്കുമ്പം അവർക്കത് വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടം. ഇപ്പം അത് കഴിഞ്ഞിരിക്കുന്നത് വാഴ 2 ആണ്. സ്റ്റോറീസ് കുറഞ്ഞിട്ടും ഉണ്ടല്ലേ കഴിഞ്ഞ വർഷം. എപ്പോഴും വന്നാലും അതിലൊരു ക്യൂരിയോസിറ്റി ഇല്ല. എപ്പോഴും വന്നുകൊണ്ടിട്ട് കാര്യമില്ല. ഒരു 4-5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഫിലിം വരുമ്പോഴായിരിക്കും അത് കാണാൻ വേണ്ടി ആഗ്രഹം ആൾക്കാർക്ക്. ശരിയാണ്, ഹൃദയം കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഒരു ലവ് സ്റ്റോറി പറയുന്ന സെൻട്രൽ പറയുന്ന സിനിമകൾ കുറെ നാളായിട്ട് പിന്നെ വന്നിട്ടില്ല. ഇപ്പൊ പ്രേമം കഴിഞ്ഞ അടുത്ത ഹൃദയം. അതെ അതെ അതെ. ഹൃദയം കഴിഞ്ഞിട്ട് ആക്ച്വലി ഔട്ട് ആൻഡ് ഔട്ട് വന്നിട്ടില്ല. ഈ മീശമാധവൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, മീശമാധവൻ സിനിമ ഇറങ്ങിയിട്ടില്ല. എനിക്ക് ഞാൻ ഒരു 8-ലോ 9-ലോ ആയിരിക്കും പഠിക്കുന്നത്. അതിൻ്റെ പാട്ടിൻ്റെ ഒരു കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ കാവ്യ മാധവൻ ദിലീപിനെ ഇങ്ങനെ ഈ സൈക്കിൾ വെച്ച് പോകുന്നത്. ഞാനത് കേൾക്കുമ്പോൾ എനിക്ക് ആ പാട്ട് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. ഞാനൊരു 2-3 മാസം പാട്ട് മാത്രമാണ് കേട്ടു. പിന്നെ എനിക്ക് അപ്പം ഞാൻ വിചാരിച്ചു അതൊരു ആക്ഷൻ പടമായിരിക്കും, അങ്ങനെ പുള്ളി മീശയൊക്കെ പിരിച്ചിട്ടുള്ളതാണ്. ബട്ട് അത് ഒരു ഇൻക്വിസിറ്റീവ്നെസ് വരുന്നത് ആ പടം ഇറങ്ങിയപ്പോൾ കാണാൻ. ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ എനിക്ക് യൂട്യൂബ് വന്നതിന് ശേഷം ഈ 2 months വിൻഡോ ഈ പാട്ട് മാത്രമായിട്ട് പുഷ് ചെയ്യാനുള്ളൊരു വിൻഡോ കുറഞ്ഞിട്ടുണ്ടോ? മുമ്പ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഒരു മിസ്റ്ററി കീപ്പപ്പ് ചെയ്യുന്ന രീതിയിലാണ്. പാട്ട് ഇങ്ങനെയായിരിക്കും, പടം എങ്ങനെയായിരിക്കും എന്നുള്ളതുണ്ട്. ഇപ്പം ആ ഒരു മിസ്റ്ററി കാരണം ആ മാർക്കറ്റിംഗ് റീസൺ വേറെ ഒന്നുമില്ല, മ്യൂസിക്കലി സബ്ജക്ട്സ് കുറഞ്ഞു. പണ്ട് മ്യൂസിക്കലി ഓറിയൻറ്റഡ് സബ്ജക്ട്സ് കുറേ ഉണ്ടായിരുന്നു. പണ്ട് നോക്കിയാൽ മലയാളം പ്രോജക്ട്സിൽ കുറേ മ്യൂസിക്കൽ ഇമ്പോർട്ടൻസ് ഫിലിംസ് അല്ലെങ്കിൽ മ്യൂസിക് ഒരു ഘടകമായിരുന്നു മലയാളം ഫിലിംസിന്. ഇപ്പം അത് മാറി ബാക്ക്ഗ്രൗണ്ട് സ്കോറായി. ഇപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഹൃദയം കഴിഞ്ഞാൽ ആവേശം കഴിഞ്ഞാൽ പിന്നെ ആൽബംസിൽ 1-2 പാട്ടായിരിക്കും ഹിറ്റാവുന്ന പാട്ടുകൾ. അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ പടം ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് കൂടുതലും. ഇപ്പോൾ ട്രില്ലേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ട്രില്ലർ ഫിലിംസിൽ ഒരിക്കലും മ്യൂസിക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പാട്ടോ അല്ലെങ്കിൽ ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കും. അപ്പോൾ എഴുതുന്ന സബ്ജക്റ്റ് പോലെ ഇരിക്കും ആക്ച്വലി. ഇപ്പം അങ്ങനത്തെ സബ്ജക്ട്സ് കുറഞ്ഞു. ഇപ്പോൾ ഹ്യൂമർ നോക്കിയാലും പണ്ടത്തെ അത്രയും ഹ്യൂമർ ഫിലിംസ് വരണില്ലല്ലോ ഇപ്പം. ഓൾറെഡി പറഞ്ഞു, പുറത്തുനിന്ന് അങ്ങനെ ഇതുവരെയായിട്ടും അങ്ങനെ കഥ കേട്ടില്ല. കൂടുതലും ഫ്രണ്ട്സിൻ്റെയാണ് ചെയ്തിട്ടുള്ളത്. ആണെങ്കിലും ഏതെങ്കിലും ഒരു ഇപ്പോൾ വിനീതായിക്കോട്ടെ ധ്യാനായിക്കോട്ടെ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് രസമുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ത്രെഡ് രസമുണ്ട്, പക്ഷേ ഇത് ബഡ്ജറ്റ് കുറച്ച് കൂടുതലാവും, അപ്പോൾ ഇത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി എന്ന് അങ്ങനെ വെച്ച ഏതെങ്കിലും സംഭവം ഉണ്ടോ? ലൈക്ക് വിനീതിൻ്റെ ആയിക്കോട്ടെ. ഇല്ല, അങ്ങനെ ചെയ്യായിരുന്നു. ഇപ്പം കാര്യം ഒരിക്കലും നമുക്ക് ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം അവർക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഓക്കെ എനിക്കും അത് കുറച്ച് ടു ആൻ എക്സ്റ്റെൻറ്റ് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി പോയിട്ടേ ഉള്ളൂ. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ആർട്ടിസ്റ്റും ഉണ്ട്. ഫസ്റ്റ് ഹാഫ് സെറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ് ചെന്നൈ മൊത്തമായിട്ട്. ഹൃദയം കോവിഡ് സമയത്തായിരുന്നു ഇതേപോലെ ട്രെയിൻ ഫ്ലൈറ്റ് എല്ലാം കൊച്ചിയിൽ നമ്മൾ എൻറ്റയർ ആ ചെന്നൈ കോടമ്പക്കം റീക്രിയേറ്റ് ചെയ്തത്. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒന്നും നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് നമ്മളൊരു വിശ്വാസം നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് ഇറങ്ങിയത്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 3 months മുമ്പൊക്കെ AI ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അപ്പം അവർ തന്നെ അവരുടെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ യു ഓൺലി നീഡ് ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൽ ഇത് മതി, അല്ലെങ്കിൽ യു ഡോണ്ട് നീഡ് എ പ്രൊഡ്യൂസർ, യു ഡോണ്ട് നീഡ് എ സ്റ്റാർ,
നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരാൾ 2-3 പേര് ചെയ്ത് അങ്ങ് ഇറക്കുകയും ചെയ്തു. അവർ AI ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് തന്നെ അതങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് എത്രത്തോളം നമ്മളെപ്പോലെ ഒരു ചെറിയ ഇൻഡസ്ട്രിക്ക് AI ഫിലിംസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ AI ജനറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആക്ടേഴ്സിൻ്റെ ഫേസ് അല്ലാതെ, അത് ആണെങ്കിൽ ഓബ്വിയസ്ലി അതിന് കോപ്പിറൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമായിരിക്കാം, എത്രത്തോളം അത് പോസിബിളാണ്, അല്ലെങ്കിൽ അതൊരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പോയിന്റിനെ? ഒരു സിനിമയുടെ ചെറിയ എലമെന്റ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പം രേഖ ചിത്രത്തിലെ മമ്മൂക്കയുടെ ഡി ഏജിങ് പ്രോസസ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിജയുടെ ഗോട്ടിലുണ്ടായിരുന്നു. അല്ല ഒരു എൻറ്റയർ സിസ്റ്റം എയിൽ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് കംപ്ലീറ്റ് ഒരു ഫിലിം മൊത്തത്തിൽ അല്ല, അങ്ങനെ ഒരു ടെക്നോളജി ചെയ്യുന്നവരുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞത് എനിക്ക് എത്രത്തോളം വർക്ക് ആവുമെന്ന് അറിയത്തില്ല. അതായത് നമ്മുടെ തിയേറ്റേഴ്സ് രീതിയിൽ പെർസ്പെക്റ്റീവിൽ എത്രത്തോളം വർക്ക് ആവില്ലെന്ന് അറിയില്ല. ഓക്കെ, 2022 തോന്നുന്നു അല്ലേ വിവാഹം കഴിയുന്നത്, കല്യാണം കഴിയുന്നത് 22-ൽ. അപ്പോൾ ഇതിന് മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, വീട്ടിലുള്ളവർക്ക് അത്ര താല്പര്യമില്ല പ്രൊഡക്ഷനിൽ ഇറങ്ങുന്നതിന് പറ്റി. ഓൾറെഡി രണ്ടും കൽപ്പിച്ച് വിശാഖ് ഇറങ്ങി. ആ റിസ്ക് എടുക്കാനും വിശാഖ് റെഡിയായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പ്രൊഡക്ഷൻ നോക്കിക്കാണുന്നൊരു രീതി മാറിയിട്ടുണ്ടോ? കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം ഞാൻ മാത്രമല്ല, എനിക്കൊരു ഫാമിലിയും കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഓബ്വിയസ്ലി ഒരു കുട്ടിയൊക്കെ വരുമ്പോൾ ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആവണം ചില കാര്യങ്ങളിൽ. അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? അതായത് പ്രൊഡക്ഷനെ കാണുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ കല്യാണത്തിന്? ഇപ്പം ഞാൻ വിനീതും ധ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ധ്യാൻ ചെയ്യുമ്പം വിനീതും ഇതേപോലെ വൈഫും പിള്ളേരൊക്കെ ഉള്ളതാകുമ്പം വിനീതും ആ രീതിയിൽ ചിന്തിക്കുമല്ലോ, ഓക്കെ ഞാൻ ചെയ്യുന്ന ഫിലിംസ് അല്ലെങ്കിൽ എടുക്കുന്ന റിസ്ക്. ഇപ്പം കാര്യം അല്ലെങ്കിൽ വർഷം ശേഷം എടുക്കുന്ന ടൈം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലൈഫിലൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ഓക്കെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഈ സമയത്ത് 2 പടം ചെയ്യാം. ചിലപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഈ ഒരു പോയിന്റ് നമ്മുടെ തുടക്കവുമല്ല, ഓക്കെ അങ്ങോട്ടല്ല, ഒരു മിഡിൽ സ്റ്റേജിൽ ചെയ്യാമെന്ന്. അപ്പോൾ അതിൽ വർക്കായിട്ടുണ്ട്. അപ്പം ഇതേപോലെ സബ്ജക്ട്സ് വരുമ്പം ചില സമയത്ത് ഇപ്പം വിനീത് തന്നെ ഇപ്പം നമ്മൾ ആലോചിക്കുന്ന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു ക്ലോസ് ടു ഹാർട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണതാണ് നെക്സ്റ്റ് ആലോചിക്കേണ്ടത്. ബട്ട് ഡെഫിനറ്റ്ലി നമുക്ക് 2 പേർക്കും ഇപ്പോഴത്തെ ബിസിനസ് എന്താണെന്ന് അറിയാം, ഇവിടുത്തെ സിനാരിയോ എന്താണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ചായിട്ട് നമ്മൾ അങ്ങനെ ഓക്കെ നമുക്ക് പ്രൂവിങ് പോയിന്റ് ആയിട്ട് പോകത്തില്ല. നമുക്ക് ക്ലോസ് ടു ഹാർട്ടുള്ള ഫിലിംസ് നമ്മൾ എടുക്കത്തുള്ളൂ. വേറെ ഒരു എനിക്ക് തോന്നുന്നു ശ്രീധർ രാഘവനാണെന്ന് തോന്നുന്നു, ഒരു വാർ 2 ഒക്കെ റൈറ്ററാണ്. പുള്ളിയുടെ പണ്ടെങ്ങാണ്ടോ FTAയുടെ ഏതോ ഒരു പ്രോഗ്രാമിൽ ഒരാളിങ്ങനെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു ആൻസർ വളരെ രസമുള്ളതാണ്. പുള്ളി പറഞ്ഞ ഒരു പടം ഹിറ്റാവണമെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരേ ദിശയിലൂടെ യാത്ര ചെയ്താൽ ആ പടം ഓടിക്കോളും. അതായത് എല്ലാവരും കാണുന്നത് ആ കഥയെ പ്രൊഡ്യൂസർ കാണുന്ന രീതിയിൽ തന്നെയാണ് ഡയറക്ടർ കാണുന്നത്, ആക്ടർ കാണുന്നത്, അതിൻ്റെ അകത്തുള്ള സെറ്റിലുള്ള എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എങ്ങനെയെങ്കിലും ആ പടം 90% വർക്കാവും തോന്നുന്നുണ്ട്. അത് കാരണം അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഹൃദയം വർഷങ്ങൾക്ക് ശേഷം ഓൾമോസ്റ്റ് നമ്മൾ കണ്ട വിഷനിൽ തന്നെയാണ് പടം ആക്ച്വലി വന്നത്. അതിൻ്റെ ആക്ച്വൽ റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ എപ്പോഴും പ്രൊഡ്യൂസർ ഡയറക്ടർ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ലെങ്കിൽ ആ പ്രോജക്റ്റ് എന്ത് വേണമെങ്കിൽ സംഭവിക്കും. അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും അവർ തമ്മിലൊരു അങ്ങോട്ടിപ്പോൾ എനിക്കും ഇതിപ്പോൾ കുറേ വർക്ക് ചെയ്ത ശേഷം ഒരു കാര്യം അങ്ങോട്ട് വിളിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇതെന്താണെന്ന്. എനിക്കും എവിടെയെങ്കിലും ഒരു സംഭവം എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുന്ന സമയത്ത് അറിയാം. അപ്പോൾ അതെന്ന് വെച്ചാൽ ഓവർ ദ ഇയേഴ്സ് വന്ന റാപ്പുമാണ്. ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ ആക്ച്വലി മോർ ദാൻ എനി ഇത് പ്രൊഡ്യൂസർ ഡയറക്ടർ. പിന്നെ അതിനകത്ത് ബാക്കിയുള്ള ഇത് 2 പേരും അലൈനായി വന്നാൽ തന്നെ ബാക്കിയുള്ളവരും അതിനകത്ത് അലൈനാവും. ഇവർ 2 പേരും വേറെ രീതിയിൽ നിന്നാൽ ആ പ്രോജക്റ്റേ പ്രശ്നമായിട്ടില്ലാവും. പക്ഷേ ഇതിൽ തന്നെ ഈ ബിസിനസ് അല്ലെങ്കിൽ കാശ് വരുമ്പോഴാണല്ലോ പ്രധാനമായിട്ട് സുഹൃത്തുബന്ധത്തിന് പ്രശ്നം വരുന്നത്. അതെ, മിക്കവാറും ഉള്ള എല്ലാത്തിലും കഴിവതും പറയുന്നതെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ തമ്മിൽ ബിസിനസ് ചെയ്യാൻ പാടില്ല, എങ്കിൽ അത് പ്രശ്നമാകുമോ എന്നുള്ളത്. ആ ഒരു കുഴപ്പമൊന്നും നിങ്ങൾക്ക് ഒരിക്കലും? എനിക്ക് ദൈവം സാധിച്ച് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. എനിക്ക് സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആക്ച്വലി ഏതൊരു റിസ്ക്കും എനിക്കതൊരു കുറച്ചും കൂടെ ഈസി പ്രോസസ്സായിട്ട് മാറിയത്. അല്ലെങ്കിൽ ഒരിക്കലും അത് ആവത്തില്ലായിരുന്നു. ഒരാളുണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റിയാലും ഒരാളല്ല, ഒരു 3-4 പേര് ഉണ്ടെന്നുള്ള ഒരു ഇതുണ്ട്. ഓരോ വർഷം കഴിയുമ്പോഴും ഇപ്പോൾ മലയാള സിനിമയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 180 ആയി 250 ആയി. ഇതിപ്പോൾ അങ്ങനെ നമുക്കൊരിക്കലും ഒരാളുടെ സിനിമ എടുക്കരുതെന്ന് പറയാനും പറ്റില്ല, കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം പൊതുവേ ഒരു കോമൺ മാൻ്റെ ഒരു ബുദ്ധിയിൽ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കാശ് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരാൾ, അവന് കാശുണ്ടല്ലോ എന്നുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ശരിക്കും ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡ്യൂസർ ആകാൻ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് വിശാഖന് തോന്നുന്നത് എന്താ? ഭയങ്കര ഇതിനകത്തൊരു പാഷൻ മാത്രം പോരാ, കറക്റ്റായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം.
ഓരോ സ്റ്റെപ്പും ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം. വെറുതെ ഒരു ഓഫീസിൽ ഇരുന്ന് പൈസ മാത്രം അയച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് ബഡ്ജറ്റ് കൂടി അല്ലെങ്കിൽ ടുവേർഡ്സ് ദ റിലീസ് ഇത്രയും കോസ്റ്റായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇഫ് യു റിയലി വാണ്ട് ടു പ്രൊഡ്യൂസ് എ ഫിലിം, മൈ അഡ്വൈസ് ഇസ് ദാറ്റ് ഫസ്റ്റ് ലേൺ അബൌട്ട് ദ സബ്ജക്റ്റ്. ഇത് ഇതിൻ്റെ പ്രോസസ്സ് എന്താണ്. ആദ്യം ഒരു പടം ചെയ്യണ മുമ്പ് ഏറ്റവും വിശ്വസ്തനായ ഒരാളുടെ കൂടെ കോ പ്രൊഡ്യൂസ് ചെയ്യുക, വിശ്വസ്തനായ ഒരാളുടെ കൂടെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് മനസ്സിലാക്കുക. ഇൻഡിപെൻഡൻ്റ് ആവണം മുമ്പ്. ഇല്ലെങ്കിൽ ഒരു പടം ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുടെ കൂടെ വർക്ക് ചെയ്യുക, അവരുടെ കൂടെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യണത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇതിനകത്ത് വരാവുള്ളൂ. അല്ല ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറേ പൈസയുണ്ട് അന്നൊരു പടം എടുക്കാമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അവരോടൊന്നും അറിയില്ല എന്താ പറയേണ്ടതെന്ന്. കാരണം പിന്നെ അത് പൈസ എവിടെ പോയി. പിന്നെ എല്ലാവരും ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് കാണുമായിരിക്കും. കാരണം ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പം പ്രൊഡ്യൂസറാണ് അല്ലെങ്കിൽ ഇന്ന ആർട്ടിസ്റ്റിൻ്റെ കൂടെ ചെയ്യണതാണെന്നെല്ലാം പറയുമ്പോൾ ഒരു ഇതായിരിക്കും. ടുവേർഡ്സിൻ്റെ കോസ്റ്റൊക്കെ മാറുമ്പോഴായിരിക്കും ആ ഇക്വേഷൻസ് ഒക്കെ മാറണത്. അതിനേക്കാളും ബേസിക്കലി ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ സൊല്യൂഷൻ, ഫസ്റ്റ് യു ലേൺ അബൌട്ട് ദ ഇൻഡസ്ട്രി. എന്നിട്ട് അതിൻ്റെ കൂടെ അതാ പറഞ്ഞത് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളുടെ കൂടെയാണ് ഗ്രോ പ്രൊഡ്യൂസർ. പുള്ളിക്ക് എന്തെങ്കിലും ബന്ധം എന്തെങ്കിലും വേണം. ഇല്ലെങ്കിൽ നാളെ ഫുൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ പൈസ തിരിച്ച് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് പ്രോബ്ലം ആവരുത്. അതുകൊണ്ട് ബേസിക്കലി ആവശ്യം ഇതിനകത്തൊരു പാഷൻ മാത്രം പറ്റില്ല, ആ ഒരു പ്രോസസ്സിൻ്റെ ലേണിംഗ് കൂടെ വെച്ചിട്ടേ ഇതിനകത്ത് വരാവുള്ളൂ. ഇപ്പോൾ എല്ലാ സെറ്റിലും വിശാഖ് ഉണ്ടാവുള്ളൂ. അതെ, അപ്പം അതേപോലെ എല്ലാ പ്രൊഡ്യൂസേഴ്സും ഉണ്ടാവണം എന്ന് തന്നെയാണ്. അതായത് ലൈക്ക് വേറൊരാളെ വെച്ച് ചെയ്യുമ്പോൾ ഞാനും അത് കണ്ടിട്ടില്ല. ഇല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിശ്വസ്ത ഇപ്പം കരം ചെയ്തപ്പം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രാവൺ എന്ന് പറഞ്ഞിട്ട് ടിൻസൺ എന്ന് പറഞ്ഞ് എൻ്റെ എല്ലാ പടങ്ങൾക്കും ഇപ്പോൾ ശ്രാവൺ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. ഇപ്പം എൻ്റെ ഹൃദയത്തിൽ സിത്താര സുരേഷ് എന്ന് ബാലാജി സാറുടെ കൊച്ചുമോള്. അപ്പം ഇവരൊക്കെ എൻ്റെ കൂടെ സൈഡിലുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ അവരെ ഒരിക്കലും ഡൗട്ട് ചെയ്യത്തില്ല. കാരണം എനിക്ക് അത്രയും വിശ്വാസമാണ്. വിനീതിനും ഇവരെ അറിയാം. അപ്പം ഇവരായിരിക്കും ഫുള്ളായിട്ട് പോകണം. വർഷങ്ങൾക്ക് ശേഷം ഇതേപോലെ ഞാൻ തന്നെ ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പം ഓരോ പ്രോജക്ട്സിന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് വിളിച്ച് അവർക്ക് പ്രോജക്ട്സ് ഏൽപ്പിക്കുക. അവർക്കും പക്ഷേ സിനിമയെ കുറിച്ചിട്ട് ഐഡിയ വേണം. അവർ ഇതിനു മുമ്പ് പടം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വൺ വേ ഓർ ദി അതർ. ഇപ്പം ശ്രാവൺ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവണ മുമ്പൊന്നും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അവൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ബിൽസ് ചെക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു കാര്യം ഏൽപ്പിച്ചാൽ കറക്റ്റ് തിരിച്ച്. കാരണം ശ്രാവൺ ആക്ച്വലി വർഷങ്ങൾക്ക് ശേഷത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, വിനീതിൻ്റെ ഐഡിയ ആയിരുന്നു. അവിടെ നിന്ന് ഇത് കണ്ടിട്ടാണ് ഞാൻ ഇതിനകത്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആക്കിയത്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഒരു എന്താ പറയുക ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ട് മാറാം. അന്ന് അത് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ശ്രാവൺ ആക്ച്വലി വാഴ 2 ജോർജിയ പോയപ്പം അതേപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രാവണെയാണ് വിളിച്ചത്. ജോർജിയയിൽ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. കുറച്ച് എലമെന്റ്സ് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഡ്രെയിനായി പോകുന്ന ഏത് പോയിന്റിലാണ്, ഏത് സ്ഥലത്താണ് ആക്ച്വലി നമുക്കത് കൺട്രോൾ ചെയ്യാനും ചില സമയത്ത് പറ്റിയെന്ന് വരില്ല എന്ന് തോന്നുന്നു? ഡെഫിനറ്റ്ലി ഷൂട്ടിംഗ് ഏരിയയിലായിരിക്കും. ഷൂട്ടിംഗ് സ്ഥലത്തെന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഡയറക്ടറുടെ ഇതിലിരിക്കും. ഒരു 50 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്ത ഫിലിം 70 ഡേയ്സ് ആണെങ്കിൽ 20 ഡേയ്സിൻ്റെ എക്സ്പെൻസ് അവിടെ തന്നെ പോയി. എനിക്കെപ്പോഴും എൻ്റെ ഡയറക്ടേഴ്സ് പറഞ്ഞ നമ്പർ ഓഫ് ഡേയ്സിൽ അകത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. ഒരിക്കലും എനിക്കത് ഷൂട്ടായിട്ടില്ല. അതേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഒരു കോൺഫിഡൻസ് വേണം. എന്നാലും അങ്ങനെ ഒരാളെയാണ് ആക്ച്വലി മിക്കവാറും പ്രൊഡ്യൂസേഴ്സ് നോക്കുന്നത്. ബിക്കോസ് ഇപ്പം മിക്കവാറും എല്ലാ പടത്തിൻ്റെയും പറഞ്ഞ ഡേറ്റിൽ നിന്ന് 20-30 ഡേയ്സ് ഒക്കെ പോകുന്നതുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു പറഞ്ഞതിനെക്കാട്ടിയും കുറച്ചിട്ടേ ഉള്ളൂ, കൂടുന്നത് മാക്സിമം കുറവാണ്. അതെ, അപ്പം ഇപ്പോൾ 20-30 ഡേയ്സും കൂടിയിട്ട് പടം ഹിറ്റായാൽ ഇതൊക്കെ മറക്കും ആൾക്കാർ. എന്തെങ്കിലും പടത്തിൽ പ്രശ്നം വന്നാലായിരിക്കും ഇതൊക്കെ ഒരു ഫാക്ടേഴ്സായിട്ട് തിരിച്ചു വരാൻ പോണത്. 20-30 ഡേയ്സ് കൂടിയിട്ട് ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ അടിച്ച സിനിമകളാണെങ്കിൽ പറയും ടൈം എടുത്ത് നല്ല ചെയ്തുകൊണ്ടാണ് ഇത് ഹിറ്റായതെന്ന്. ഇതേ സമയത്ത് ആ പടം ഫെയിലർ ആണെങ്കിൽ പറയും ഇത്രയും ടൈം എടുത്തുകൊണ്ടാണ് ആ പടത്തിൻ്റെ ബഡ്ജറ്റ് കൂടി പടം ഫെയിലായെന്ന്. രണ്ടാണെങ്കിലും രണ്ടിൻ്റേതായിട്ടുള്ള ഇതെല്ലാം ബോക്സ് ഓഫീസിൽ അവസാനം ഹിറ്റായാൽ ഇതൊക്കെ മറക്കും ആൾക്കാർ. ബോക്സ് ഓഫീസ് ഫെയിലിയേഴ്സ് ആയാൽ ഇതെല്ലാം അഫക്റ്റ് ആവും. ഓക്കെ, ഉള്ളതിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്നതും സാമ്പത്തികമായിട്ടാണെങ്കിൽ ഏതായിരിക്കും? എനിക്ക് ഡെഫിനറ്റ്ലി ലവ് ആക്ഷൻ ഡ്രാമ, ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം 3 ഒരേ വെയിറ്റേജിൽ കൂട്ടാൻ പറ്റും. ആക്ച്വലി 3 എല്ലാം കൊണ്ടെടുത്ത് ഞാൻ ചെറിഷ് ചെയ്ത ഫിലിം. ആക്ച്വലി എനിക്ക് ഹാപ്പി മൊമെൻറ്റ്സേ തന്നിട്ടുള്ളൂ. ഞാൻ നേരത്തെ വന്നില്ല, ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ആണെങ്കിലും പ്രോഫിറ്റബിൾ വൈസ് ആണ്. കാരണം ഇതൊക്കെ ഈ 3 പടം ഈ ഓരോ പടത്തിൻ്റെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് എനിക്ക് ഒരു സ്റ്റെപ്പ് മേളിൽ പോകാൻ പറ്റിയിട്ടുള്ളൂ.
ഇപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമ ഹിറ്റ് ആയതുകൊണ്ടാണ് ഹൃദയം വന്നത്. ഹൃദയത്തിൻ്റെ പ്രോഫിറ്റും വെച്ചിട്ടാണ് എല്ലാം കൂടെ വർഷങ്ങൾക്ക് ശേഷം വന്നത്. വർഷങ്ങളുടെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് കരം എടുത്തത്. അപ്പം ആസ് ഇറ്റ് ഈസ് ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം നന്നായിട്ട് കരം പോയിട്ടുണ്ട്. ആക്ച്വലി ബാക്കിയുള്ള ഫിലിംസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കരത്തിന് ബാക്കിയുള്ള ഫിലിംസിന്റെ വെച്ച് നോക്കുമ്പോൾ തിയേറ്ററിക്കൽ വൈസ് നമ്മൾ വിചാരിച്ച നമ്പേഴ്സ് വന്നിട്ടില്ല. ഓക്കെ, ബാക്കിയെല്ലാം സേഫ് നമുക്ക് ആണ്. ബട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ഓവർസീസിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് എല്ലാം നമ്മുടെ പ്രീവിയസ് ഹിറ്റ്സ് ആയതുകൊണ്ട് എല്ലാം നമുക്ക് സെല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ള പടങ്ങളുടെ തിയേറ്റർ റൺ വൈസ് നോക്കുമ്പോൾ കരത്തിന് അത്രയും വന്നിട്ടില്ല. അത്രയും വന്നിട്ടില്ല, ബട്ട് എങ്കിലും സേഫ് ആണ്. സേഫ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു നമുക്ക് എപ്പോഴും ഒരേ ജോണറിൽ നമ്മൾ ഇത്രയും പടങ്ങൾ എടുത്തു, അപ്പോൾ ഓഡിയൻസ് പറഞ്ഞു വേറൊരു ജോണറിൽ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇനി ഇത് വേറൊരു എക്സ്പെരിമെന്റ് ജോണർ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ വീണ്ടും ഫിലിംസ് ചെയ്യാമല്ലോ. ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു സംഭവം ഇറക്കും. ഇപ്രാവശ്യം ഇത്ര കോടി രൂപ നഷ്ടമുണ്ടായി. ഇതങ്ങ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരൊരു റൗണ്ട് ഫിഗർ പറയുന്നു ആവാം. ഇതങ്ങോട്ട് ടാലി പലപ്പോഴും ആവാത്ത പോലെ തോന്നുന്നു. അത്രത്തോളം നഷ്ടം ഉണ്ടാവുന്നുണ്ടോ? പ്രൊഡ്യൂസേഴ്സിനെ ഇറക്കിയത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പുതിയ ആൾക്കാർ പുതിയ പ്രൊഡ്യൂസേഴ്സിന് ഒരു അലാമിങ് പോലെ. അതായത് നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കണം ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. നാളെ നിങ്ങൾ ഓവർ ദ ബഡ്ജറ്റ് പോകരുതെന്നാണ് അവർ ഉദ്ദേശിച്ചത്. നല്ല ഉദ്ദേശത്തോടെയാണ് അവർ ഉദ്ദേശിച്ചത്. ഇപ്പം ഒരു സിനിമ ഫ്ലോപ്പായെങ്കിൽ അത് എല്ലാവർക്കും ഫ്ലോപ്പാണ്. കാരണം തിയേറ്റർ ഓണേഴ്സിനും ആ സമയത്ത് അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വേറെ പടങ്ങൾ ഇല്ലാത്ത സമയമാണെങ്കിൽ. ഇപ്പം ഒരു എക്സാമ്പിൾ, ഒരു സീസണിൽ 3 പടം ഹിറ്റ് ആവുകയാണെങ്കിൽ ഭയങ്കര പ്രോഫിറ്റബിൾ ആയിരിക്കും തിയേറ്റേഴ്സിന്. ചിലപ്പോൾ ആ പ്രോഫിറ്റ് വെച്ചിട്ട് കഴിഞ്ഞ ഒരു 2 മാസത്തെ ലോസ് വേണമെങ്കിൽ അവർക്കിപ്പോൾ ലോൺസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പേ ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾ നമുക്ക് സിനിമയുടെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത 2 മാസം ഹിറ്റായിരിക്കും, അല്ലെങ്കിൽ അടുത്ത 2 മാസം ഫ്ലോപ്പ് ആയിരിക്കണം. കാരണം എത്ര വലിയ ബിഗ് ബഡ്ജറ്റ് പടം വന്ന് ചിലപ്പം ഹിറ്റായിട്ടുമുണ്ട് ഫ്ലോപ്പായിട്ടുമുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫിലിംസ് വന്ന് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുണ്ട്. സോ ഇതൊരു ബാലൻസിലാണ് പോകുന്നത് മൊത്തത്തിൽ. ഇപ്പം പറയും നല്ല നേരവും കാണും, അല്ലാത്ത നേരവും കാണും. ഇത് ആക്ച്വലി ആ ഒരു സിസ്റ്റമാണ് മൊത്തത്തിൽ. ഇപ്പോൾ ഫീൽ ഗുഡ് ഫിലിംസ് കമ്പാരിറ്റീവ്ലി ഇപ്പം തിയേറ്റർ ഓണർ എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ ആൾക്കാർ ഫീൽ ഗുഡ്? ഇപ്പം നമുക്ക് വിനീതിനെ അങ്ങ് മാറ്റി വയ്ക്കാം. വിനീത് ഏറ്റവും നന്നായിട്ട് നല്ല കാസ്റ്റും, വിനീത് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പേരുണ്ട്. വിനീതിൻ്റെ പേര് മാറ്റിയിട്ട് വേറൊരാൾ, ഒരു പുതിയ ആളാണ് നല്ലൊരു ഫീൽ ഗുഡ് ഫിലിം എടുക്കുന്നു എന്ന് വിചാരിച്ചാൽ തിയേറ്ററിൽ ആൾ വരുന്നതിന് ടൈം എടുക്കുന്നുണ്ടോ? പൊതുവേ ഇപ്പം ഫീൽ ഗുഡ് ഇപ്പോൾ വർക്കാവില്ല എന്നാണ്. കുറച്ചും കൂടി ഇപ്പം തമിഴ്നാട്ടിൽ ഭയങ്കരമായിട്ട് വർക്കാണെന്ന് തോന്നുന്നു. കാരണം ടൂറിസ്റ്റ് ഫാമിലി, 3 BHK, ഇതേപോലെ ലവ് ടുഡേ അല്ലെങ്കിൽ ഡ്രാഗൺ, കുറേ ഗ്രാസ്പ് ഇല്ലാത്തൊരു ജോണറായിരുന്നു. ഇത് മലയാളം തുടക്കം ഇട്ടതാ. മലയാളികളിലാണ് ആക്ച്വലി സോൾട്ട് ആൻഡ് പെപ്പർ പോയിട്ട്. അതിന് 2010 വിനീത് ട്രാഫിക്കും സോൾട്ട് ആൻഡ് പെപ്പറും ഇതേപോലെ 20FK ആ ജോണർ എല്ലാം ഫീൽ ഗുഡിന്റെ മലയാളി. ഇപ്പൊ ബ്യൂട്ടിഫുൾ, ഇതൊക്കെ മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. അതാ പറഞ്ഞത്. ഇപ്പം ലവ്, ഗുഡ് നൈറ്റ്, അങ്ങനത്തെ കുറേ പടം ലാസ്റ്റ് 2 years ആയിട്ട് ചെന്നൈയിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞു വെച്ചിട്ട് മോർ ദാൻ ഒരു സൂപ്പർ സ്റ്റാർ ഫിലിംസിനെ അവിടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വയലന്റ് ആക്ഷൻ പടത്തിന്റെ ഓവർ ആയി, ഭയങ്കര അധികം ആക്ഷൻ പടം കൂടി സാച്ചുറേറ്റഡ് പോയിന്റ് ആയിട്ട് ഫീൽ ഗുഡ് ഫിലിംസ് ചെന്നൈയിൽ ലാസ്റ്റ് 2-3 years ആയിട്ട് നോക്കിയാൽ അവർക്ക് വർക്ക് ആണുണ്ട്. ഇപ്പൊ തായ് കിളവി എന്ന് പറഞ്ഞിട്ട് ഫിലിമും ബ്ലോക്ക് ബസ്റ്റർ, അത് ശിവകാർത്തിനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. കുടുംബസ്ഥൻ എന്ന് പറഞ്ഞ കുടുംബസ്ഥൻ. അപ്പം എല്ലാ ഫിലിംസും അവിടെ മന്ത്രി നോക്കിയ ഒരു വർക്ക് ആണുണ്ട്. ഞാൻ ചെന്നൈയിൽ ഇതേപോലെ വി ഹാവ് ലൈക്ക് ഫ്യൂ തിയേറ്റർ ഓണേഴ്സ് ഫ്രണ്ട്സ് ആയിട്ട് അവിടുത്തെ എല്ലാം സംസാരിക്കുമ്പോൾ അവർ ചെന്നൈയിൽ ഇപ്പം ആൾക്കാർ ദേ ആർ വെൽക്കമിങ് ഇങ്ങനത്തെ ഫിലിംസ് എല്ലാം. അവർക്ക് ഫീൽ ഗുഡ് ഫിലിംസ് എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഫീൽ ഗുഡ് ഫിലിംസിന് മാർക്കറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു കോണ്ടന്റ് ഓറിയന്റഡ് മലയാളത്തിലും വന്നാലും ഇപ്പം സർവമായും ആൾക്കാർ എൻജോയ് ചെയ്തില്ല. നിവിൻ പോളി ഫാക്ടർ. പക്ഷെ നിവിന്റെ തന്നെ എത്രയോ വർഷമായി അതൊരു ഹിറ്റ് വന്നിട്ട്. നിവിൻ അജു തിരിച്ചു വന്നപ്പം ആക്ച്വലി ഫീൽ ഗുഡ് ഫിലിമാണ് ഒരു ക്രിസ്മസ് വെക്കേഷൻ ടൈമിൽ ബ്ലോക്ക് ബസ്റ്റർ ആയത്. അതൊരു 150 crores കളക്റ്റും ചെയ്തു. പൊതുവേ ഉള്ള ഒരു ഫോമാറ്റിലും അല്ല. എനിക്ക് ഭയങ്കര ഫീൽ ഗുഡ്, അങ്ങനെ ഫീൽ ഗുഡ് ഇഷ്ടമാണ്. ബട്ട് എങ്കിലും നിവിൻ അഭിനയിക്കുന്ന എല്ലാ ഫീൽ ഗുഡും ഒന്നും വർക്കാവത്തില്ല. പക്ഷെ സർവമായി എനിക്ക് തോന്നുന്നു നന്നായിട്ട് പാക്കേജ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തൊരു എല്ലാ ഫീൽ ഗുഡ് അതിന് ഇന്ന ജോണർ വർക്ക് ആവും അങ്ങനെയില്ല. എല്ലാത്തിനും അതിൻ്റെ ഒരു റൈറ്റ് ടൈം ഓഫ് സ്ക്രിപ്റ്റ്, റൈറ്റ് ടൈം ഓഫ് കോമ്പിനേഷൻ ഒക്കെ വരികയാണെങ്കിൽ വർക്ക് ആയിട്ടേ ഉള്ളൂ. ഈ ഡയറക്ടറിന് കാറ് മേടിച്ചു കൊടുക്കുക, റോളക്സ് മേടിച്ചു കൊടുക്കുക,
ഈ പരിപാടിയൊക്കെ ഈ ചെന്നൈയിലൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. ഇവിടെ ആ ഒരു ട്രെൻഡ് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അല്ല, അതൊരു മാർക്കറ്റിംഗ് ആണ്. അത് എനിക്ക് അവരുടെ പേഴ്സണൽ ചോയ്സാണ്, ഞാൻ അതിലൊരിക്കലും ചെയ്യത്തില്ല. ബട്ട് ഡെഫിനറ്റ്ലി സിനിമ ഹിറ്റ് ആയ സമയത്ത് ഞങ്ങളെല്ലാം ചെയ്യാറുള്ളതാണ് മൊത്തത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും അത് സന്തോഷം. ഫോട്ടോ എടുക്കണ പരിപാടികളൊന്നും നമുക്കില്ല, കാരണം നമ്മളെല്ലാം ഫ്രണ്ട്സാണ്. ഇതാണ് ഡെഫിനറ്റ്ലി അവരും ഹാപ്പി ആയിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കേണ്ട ഒരു പടം ഹിറ്റ് ആകുമ്പം അതിൻ്റെ എല്ലാവരുടെയും ഇൻപുട്ട് ഉണ്ട്. ആക്ടേഴ്സ് ആണെങ്കിലും മോർ ദാൻ ദ ഡയറക്ടർ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഇൻപുട്ട് കൊടുക്കണം. സോ ഈ കാര്യങ്ങളൊക്കെ മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സും ചെയ്യാറുണ്ട്. കാരണം ചെയ്യാതെ ഇരിക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഒരേ ഡയറക്ടറും പ്രൊഡ്യൂസറും മാറി മാറി പടങ്ങൾ വരുമ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും ട്രസ്റ്റും പിന്നെ ആ ഒരു രീതിയിലായിരിക്കുമല്ലോ അവരെയും കാണുന്നത്, അല്ലാതെ ഒരിക്കലും വരത്തില്ലല്ലോ അങ്ങനെ.